അനി ശരി കോൺഫിഡൻസുള്ള ആർക്കൊന്നും ജയിച്ചൂടെ? ലാസ്റ്റ് ഓവറാ വാളിയെ കഴിഞ്ഞ്. യൂറോ കപ്പ് ഇംഗ്ലണ്ടിന് നഷ്ടമാവാൻ തന്നെ കാര്യം സോഞ്ചോയുടെയും സാക്കയുടെയും കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. അനി എറിഞ്ഞിടാ. ബോളിംഗ് ബോളിംഗ് സെയിം ബോൾ. അല്ല എങ്ങട്ടാ? ഓവറായിട്ടില്ല, ആകെ 5 ബോള്. ഞാൻ കറക്റ്റ് 6 ബോൾ എറിഞ്ഞതാ. എന്നെ എറിഞ്ഞതാ. അനിയെ ഒരു ബോളും കൂടി ബാക്കിയുണ്ട്. ഒരു ഓവർ എന്ന് പറഞ്ഞാൽ 6 ബോളാണ്, അല്ല 5 ബോളല്ല. 3 ബോൾ വിട്ടു. 1 ബോൾ ഓഫിലേക്ക്, 1 ലെഗിലേക്ക് മുട്ടി, 1 എൻ്റെ കയ്യിലേക്ക്. എന്നെയൊക്കെ അനിയെ ഞാൻ 3 ബോൾ വിട്ടിട്ടില്ലേ? ആ ഒന്നുകൂടെ ചെയ്തു കൊടുത്തോളാം. ഞാൻ കറക്റ്റ് 6 ബോൾ ചെയ്തതാ. സ്വന്തം ടീമിലുള്ള ഞാൻ പറയുന്നതാണോ ഓൻ പറയുന്നതാണോ എനിക്ക് വിശ്വാസം? ഞാൻ അവനല്ലാതെ നീ പറയുന്ന വിശ്വസിക്കണ്ടേ? നീ തന്നെ പറ. അതെന്താടാ ഞാൻ പറഞ്ഞ വിശ്വസിച്ച? എന്താടാ ഞാൻ പറഞ്ഞ വിശ്വസിച്ച? मैदान में युद्ध मैं होने नहीं दूंगा. पकड़ो. സംവരണം കൊടുത്ത് എല്ലാത്തും കൂടെ തോലെടുത്ത് വെച്ചിട്ട് കളിയായിട്ടായാലും കാര്യത്തിലായാലും നിങ്ങളൊക്കെ നിങ്ങളായതാടാ നിങ്ങളെ പ്രിവിലേജ്. സാഞ്ചോക്കും സാക്കും എനിക്ക് കിട്ടാത്തത് നിങ്ങൾക്കൊക്കെ എല്ലാവരും വകവെച്ച് തരും. എങ്ങനെയൊക്കെ പിന്നിലായി പോയവർക്ക് ഭരണഘടന നൽകുന്ന പ്രാതിനിധ്യമാണ് സംവരണം, അല്ലാതെ നിങ്ങളെന്ന ഔദാര്യടാ. നിർത്ത്. ഞാൻ പോവാണ്. ഒരു പട്ടാളക്കാരൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. കൊറോണയെക്കുറിച്ച് ആദ്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞ ചൈനീസ് ഡോക്ടർ പറഞ്ഞ അതേ കാര്യം. അതെന്തായിരുന്നു? ആരോഗ്യമുള്ള സമൂഹത്തിൽ ഒന്നിൽ കൂടുതൽ ആശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ഇടം വേണം എന്നല്ലേ? അതന്നെ. മൂപ്പരൊരു നല്ല മനുഷ്യനായിരുന്നു, പക്ഷെ അകത്തായി പോയി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞാൻ പോവാണ്. ലാൽ സലാം. ലാൽ സലാം. നാളെ നോമ്പുടങ്ങല്ലേ? ഒന്നേക്കൊടൽ ജോലി അറിയാമെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. PhD ഉള്ള കാരണം വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ബാപ്പ പ്രശ്നമാണ്. രാവിലെ എഴുന്നേറ്റാൽ കാണാ കുരങ്ങന. ശരിക്കുള്ള കുരങ്ങനെ. ചില സമയത്ത് പറമ്പിൽ മയിലിനെയും കാണാം. ഇവിടെ വരാറില്ലേ? കാടും മലയൊക്കെ കഴിഞ്ഞാണ്. ഞാൻ വേറെ എന്തെങ്കിലും പണി പഠിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. എന്ത് പണി? ആശാരിപ്പണി പഠിച്ചാലോ? PhD പോലെ അത്ര എളുപ്പമല്ലേ. പിന്നെന്ത് പണി പഠിക്കും? എടാ ഗ്രൗണ്ടിലെ കാര്യം ആകെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. ജയിക്കാൻ പറ്റണല്ലേ? അത് മാത്രമല്ല, നമ്മളുള്ളിലൊക്കെ ഒരു അഴുക്കുണ്ടല്ലോ, പുറത്ത് വിടാതെ അകത്തന്നെ റീസൈക്കിൾ ചെയ്യുന്ന, അത് മൊത്തം പുറത്തായി. തല്ലു തുടങ്ങിയ ഏറെക്കുറെ. അത് നല്ല ലക്ഷണമാണ്. അടിച്ചു നിൽക്കാനുള്ള അവകാശം ഓരോ വ്യക്തിക്കും സമൂഹത്തിനും കിട്ടുമ്പോൾ മാത്രമാണ് പൂർണ്ണ അർത്ഥത്തിൽ നമ്മൾ ഒന്നിൻ്റെ ഭാഗം എന്ന് പറയാൻ പറ്റുള്ളൂ. ചില പുതിയ സംഘടനകൾ ഈ സംരംഭം എന്തൊക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ല അടിച്ചൊതുക്കണത്. അതെന്താ? അവരിന്നതേ ചെയ്യാവുന്നുള്ള മനോഭാവം. നല്ലവരായി നിന്നാലാണ് ഒരിടത്ത് നിൽക്കാൻ പറ്റുമെന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. അടി നല്ലതാണ്.